തിങ്കളാഴ്ച രാത്രിയാണ് നാടിനെ നടക്കുന്ന കൊലപാതകമുണ്ടാകുന്നത്. ഫാത്തിമ മാതാ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥിയായ ഫെബിൻ, പിതാവായ ജോർജ് ഗോമസ് എന്നിവരെ പ്രതിയായ നീണ്ടകര സ്വദേശി തേജസ് രാജ് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നാലെ പ്രതി തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ഫെബിന്റെ സഹോദരിയെ പെട്രോളൊഴിച്ച് കൊലപ്പെടുത്താനായിരുന്നു പ്രതി പദ്ധതിയിട്ടത്. കാറിൽ പർദ്ദ ധരിച്ചെത്തിയ പ്രതി കയ്യിലുണ്ടായിരുന്ന പെട്രോൾ വീടിനുള്ളിൽ ഒഴിക്കുകയായിരുന്നു. പിന്നാലെ ആക്രമണം തടയാനെത്തിയ ഫെബിനെയും പിതാവിനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു. നെഞ്ചിൽ ആഴത്തിൽ കുത്തുകൊണ്ട ഫെബിൻ പുറത്തേക്കോടി റോഡിൽ വീഴുകയായിരുന്നു. പിന്നാലെ മരണവും സംഭവിച്ചു. ആക്രമണശേഷം കത്തി വലിച്ചെറിഞ്ഞ് കാറിൽ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട തേജസ് കടപ്പാക്കടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ എത്തുകയും കാർ ഉപേക്ഷിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. കാറിൽ നിന്നും മറ്റൊരു കുപ്പി പെട്രോൾ കണ്ടെത്തിയതായും കൃത്യം നടത്തിയത് പ്രതി ഒറ്റയ്ക്കാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ ഫെബിന്റെ പിതാവ് ജോർജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സി മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.